ജില്ലയിലെ ലഹരി വ്യാപനം തടയുന്നതിനായുള്ള പരിശോധന കോതമംഗലം താലൂക്കിൽ കർശനമാക്കാൻ തീരുമാനം. കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിൽ ചേർന്ന താലൂക്കുതല അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. 10 സംയുക്ത റെയ്ഡുകൾ ഉൾപ്പെടെ 1141 പരിശോധനകളാണ് നടത്തിയത്. 2310 വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനകൾക്കിടയിൽ 114 NDPS കേസുകളും 120 അബ്കാരി കേസുകളും ഈ കേസുകളിൽ ഉൾപ്പെട്ട 3 വാഹനങ്ങളും 17 ലിറ്റർ വ്യാജ വാറ്റുചാരായം, ഒരു നാടൻ തോക്ക്, 667 ലിറ്റർ വാഷ്, 28.404 കിലോഗ്രാം കഞ്ചാവ്, 21.739 ഗ്രാം ഹാഷിഷ് ഓയിൽ, 9.59 ഗ്രാം ഹെറോയിൻ, 4.633 ഗ്രാം MDMA, 1 ഗ്രാം മെത്താംഫിറ്റമിൻ, 3 കഞ്ചാവ് ചെടികൾ, 269.7 ലിറ്റർ വിദേശമദ്യം എന്നിവ കണ്ടെടുത്തു. അബ്കാരി NDPS കേസുകളിലായി 16,180 രൂപ തൊണ്ടിമുതലായി കണ്ടെടുത്തു. 11 ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 17 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. സജീവമായി കാര്യക്ഷമതയോടുകൂടി തന്നെയാണ് നേരത്തെ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ നിലയിൽ തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന നിലയിലാണ് ഇവിടെ 8 മാസക്കാലം നടന്ന പ്രവർത്തനങ്ങൾ. അതിനകത്ത് തന്നെ 10 സംയുക്ത റെയ്ഡുകളും 1141 പ്രത്യേക പരിശോധനകളും 2310 വാഹന പരിശോധന വിധേയമാക്കി 114 NDPS കേസുകളും 120 അബ്കാരി കേസുകളും 273 കേസുകളിലായി 54,600 രൂപ പിഴയും ഈടാക്കി. 37 നഗർ പരിശോധനകളും 1102 കള്ളുഷാപ്പുകൾ പരിശോധനയും നടത്തി. വിമുക്തി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ, കോളേജ്, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് 120 പരിപാടികളും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും ഹാഫ് മാരത്തോൺ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലിന് അർഹനായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KA നിയാസിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് MLA യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. അവാർഡിന് അർഹനായ KA നിയാസിനെ ആന്റണി ജോൺ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, CPI മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ഡെപ്യൂട്ടി തഹസിൽദാർ നസീറ TA, AEO ഓഫീസ് പ്രതിനിധി ഷിജോ ജോർജ് എന്നിവർ പങ്കെടുത്തു. സർക്കിൾ ഇൻസ്പെക്ടർ ജനീഷ് MS സ്വാഗതവും എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.